എൻ്റെ പൊന്നു മലയാളികളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അന്ന ചേച്ചിയുടെ ഈ പിരമിഡ് പോലുള്ള ചന്തിയുടെ വീഡിയോ ഒക്കെ താഴെ വന്ന കമൻസ് കണ്ടിട്ട് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, നിങ്ങൾ മലയാളികളുടെ കണ്ണിൽ ശരിക്കും സൾഫ്യൂരിക് ആസിഡാണ് ഉള്ളതെന്ന്. കണ്ട ആക്രി ഷോപ്പിൻ്റെയും മീൻ ചാപ്പയുടെയൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ബ്രാൻഡഡ് ചന്തി ഫിറ്റർ വാങ്ങി ഫിറ്റ് ചെയ്യണമെന്ന് വല്ല നിയമവും ഇവിടെ കേരളത്തിലുണ്ടോ? അന്ന ചേച്ചിയുടെ നാട്ടിലുള്ള ഒരു ആക്രി ഷോപ്പ്, ആ ഷോപ്പിൻ്റെ മുതലാളി അതിനൊന്ന് പെയിൻ്റ് അടിച്ച് പിറ്റേ ദിവസം ഒന്ന് തുറക്കുമ്പോൾ ചേച്ചിയെ കൊണ്ട് ഉൾക്കടിക്കാമെന്ന് വിചാരിച്ചു. അന്ന ചേച്ചി മീഷോയിൽ നിന്നും വെറും 115 രൂപയ്ക്ക് ഒന്നിനൊന്ന് ഫ്രീ ആയി കിട്ടുന്ന ചന്തി ഫിറ്റർ വാങ്ങി ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ആരെങ്കിലും ഈ മീഷോയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൂടെ എപ്പോഴും ഒരു അസിസ്റ്റൻ്റ് നിർബന്ധമാണ്. കാരണം നമ്മൾ ഇതിൽ കാറ്റ് ബലൂണിൽ ഊതി വീർപ്പിക്കുന്നത് പോലെ കാറ്റ് നിറച്ചാണ് ഇത് വീർപ്പിച്ച് ചന്തയിൽ ഫിറ്റാക്കുന്നത്. അപ്പോൾ നമ്മളൊരിടത്തേക്ക് ഇരിക്കുമ്പോൾ ഈ കാറ്റൊക്കെ തെക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ പോയിട്ട് ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കും. അതാണ് ഈ വീഡിയോയിൽ ചേച്ചിയുടെ ചന്ത ഇങ്ങനെ പിരമിഡ് ആകൃതിയിൽ മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ആ പിരമിഡൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് പരത്തി നമ്മുടെ ചന്തയുടെ ആകൃതിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഒരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പ്രൊഡക്റ്റിൽ കാറ്റ് നിറക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതുമാതിരി ചേച്ചിട്ട പോലെ സാരിയോ പാവാടയൊക്കെ ഇട്ടാൽ കാറ്റ് കുന്നുകൂടിയിട്ട് പിന്നെയും ഇത് വീർത്ത് പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അന്നച്ചേച്ചിയുടെ അപ്പൂപ്പന്മാരുടെ ചെയ്ത പുണ്യം കൊണ്ടോ മറ്റോ ആണ് അത് പൊട്ടാത്തത്. അല്ലെങ്കിൽ അത് പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കുറ്റങ്ങൾ ചാർത്തുമായിരുന്നു ചേച്ചിയുടെ തലയിൽ. ചേച്ചി ചന്തയിലൂടെ സ്ഫോടനം നടത്തി ആക്രിക്കട തകർക്കാൻ ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞ് ചേച്ചിയെ പിടിച്ച് ജയിലിലടക്കുമായിരുന്നു നിങ്ങളൊക്കെ. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളത് അടക്കുമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ പുണ്യം, ചേച്ചി ചെയ്ത പുണ്യം കൊണ്ട് മാത്രം അത് നടന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഫിറ്റർ വാങ്ങി ചന്തയ്ക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി അറിവുകൾക്കായി നിങ്ങൾ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലുള്ളവർ ഫോളോ ചെയ്ത് കൂടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.